ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അടുത്ത് വരികയല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ബാഡ്ജും ഹെയർ അക്സസറീസൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ അതുപോലത്തെ ഫോം ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടൊരു 6-7 ഐറ്റംസ് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. ആദ്യം നമുക്കിത് അതുപോലെ ഒരു ചതുരത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ 3 കളറും കട്ട് ചെയ്തെടുക്കാം. ഇതതുപോലെ 3 കളറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ മാസ്കിൻ്റെ ടാപ്പാണ് ആവശ്യം. ഈ ടാപ്പ് വെച്ചിട്ട് നമുക്കൊരു ബാഡ്ജ് തയ്യാറാക്കാം. ഇതതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. സെൻറ്ററിൽ വൈറ്റും മുകൾ വശത്ത് ഓറഞ്ച് കളറും താഴ്വശത്ത് ഗ്രീൻ കളറും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ 4 സൈഡ് നമുക്കൊന്ന് കൃത്യമായിട്ട് വെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈപ്പിലുള്ള ബാഡ്ജ് ഇവിടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലത്തെ ഒരു പിന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒട്ടിച്ച് കൊടുത്താൽ മതി. അടിപൊളി ബാഡ്ജ് തയ്യാറാക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ നമുക്ക് പല ഷേപ്പിലുണ്ടാക്കാം. ഇതുപോലെ തന്നെ ചെയ്തിട്ട് അതിൽ ഇതുപോലെ ഷേപ്പ് പേപ്പറിൽ വെട്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതുപോലെ ഹെഡ് ഷേപ്പാണ് ഞാൻ അടുത്തത് ഉണ്ടാക്കുന്നത്. ഇതതുപോലെ ഹെഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഈ പിന്നൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് തന്നെ നമുക്ക് ഹെയർ ക്ലിപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെഡ് ഷേപ്പിലുള്ളതും സ്റ്റാർ ഷേപ്പിലുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഇതുപോലത്തെ ഫോം ഷീറ്റ് കൊണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള പീസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കളറ് 3 വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഹെയർ ബോ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നമുക്കിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഈ ഫോം ഷീറ്റിൻ്റെ ഭാഗം വരുന്നിടത്ത് ഈ ഒരു സൈഡിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ പാറ്റേണിൽ മുഴുവനായിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഹെയർ ബോ ചെയ്യുമ്പോൾ കുറച്ച് വീതി കുറഞ്ഞ ടാപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഞാൻ കുറച്ച് വീതി കൂടിയതാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് കാണും. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ വീതി കുറഞ്ഞതാണെങ്കിൽ ആ ഒരു പോർഷൻ അത് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ അതുപോലെ മുഴുവനായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതുപോലെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹെയർ ബോയിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു അടിപൊളി ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതിനായിട്ട് വീണ്ടും ഞാൻ ഈ ഫോം ഷീറ്റ് തന്നെ നമ്മുടെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സെൻറ്ററിലൊന്ന് മടക്കിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയി കിട്ടും. അങ്ങനെ ഞാൻ 3 കളേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3ഉം ഓരോന്നായിട്ട് ഹെയർ ബോയിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം.
ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹെയർ ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മോഡൽ ഇതുപോലെ ഗിൽറ്റർ ഷീറ്റ് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് ഇതുപോലെ ഒരു ബോ ആക്കിയിട്ട് സൂചി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ബോയ് ഒരുമിച്ച് വെച്ച് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതതുപോലെ ഇനി ഈ 3 പീസും കൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്കിത് അതുപോലൊരു ഫ്ലവർ ഷേപ്പിലാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഇത് നമുക്ക് നമ്മുടെ ഹെയർ ബോയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഹെയർ ബോ എടുക്കുമ്പോൾ വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു ബ്ലൂ കളറിൽ സ്റ്റോണും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പല മോഡലിൽ ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.